തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ വ്യാജ സ്വർണം കാണിച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ 6 അംഗ സംഘം പിടിയിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ മുതലുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കാഞ്ഞാണി ജംഗ്ഷനിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കാഞ്ഞാണിയിൽ വ്യാജ സ്വർണം കാണിച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ 6 അംഗ സംഘം പിടിയിൽ. വ്യാജ സ്വർണം കൈവശം വെച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ ഹൈവേ റോബറി കേസുകളിൽ പ്രതികളടക്കമുള്ള 6 അംഗ സംഘടിത കുറ്റവാളി സംഘത്തെ അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഹൗസ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഹൈവേ റോബറി കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ മുബാറക് എന്ന മുബി, തളിക്കുളം സ്വദേശി അറക്ക വീട്ടിൽ അഖിൽ, തളിക്കുളം സ്വദേശി അറക്ക വീട്ടിൽ ജീവൻ, വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി പുതുക്കാട്ട് വീട്ടിൽ വിഷ്ണു, തൃത്തല്ലൂർ സ്വദേശി വന്നേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ ഷായിർ എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞാണി സിൽവർ ബാറിന് ഏതാനും പേർ കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒത്തുകൂടിയിട്ടുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 23 രാത്രി 10 മണിയോടെ കാഞ്ഞാണി സിൽവർ ബാറിന് മുന്നിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും മെറ്റൽ നിർമ്മിതമായ ഫൈൻ ഗോൾഡ് 999 രേഖപ്പെടുത്തിയ സ്വർണ്ണ നിറത്തിലുള്ള 3 വ്യാജ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. മുബാറക് വാടാനപ്പള്ളി, വലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി കവർച്ച, ഹൈവേ റോബറി എന്നിങ്ങനെയുള്ള 5 കേസുകളിലും 2 വധശ്രമ കേസുകളിലും വീടുകയറി ആക്രമണം നടത്തിയ 1 കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ 2 കേസിലും അടക്കം 10 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അഖിൽ പാലക്കാട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹൈവേ റോബറി കേസിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SI റിജി, SCPO സജു, CPOമാരായ ഗോപകുമാർ, അനൂപ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI ഷൈൻ, GSCPOമാരായ സോണി PX, കൃഷ്ണദാസ് V എന്നിവരാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി ഭവാൻ JJ കോളനി സ്വദേശിയായ 26 വയസ്സുള്ള കമറുളാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 3 ആയി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോതപറമ്പ് VVUP സ്കൂളിൽ സ്റ്റോർ റൂമിന്റെ അടുക്കളയുടെയും പൂട്ട് പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരി, ഉച്ചഭക്ഷണ പാചകത്തിനും വിതരണത്തിനുമായി ഉപയോഗിച്ചിരുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപയുടെ വില മതിക്കുന്ന സാധനങ്ങളാണ് മോഷണം പോയിരുന്നത്. കേസിൽ 1-ാം പ്രതിയായ അസാംകായ് ജില്ലാ സ്വദേശി താജുദ്ദീനെ ജൂലൈ 19 അറസ്റ്റ് ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പം പീവമ്പല്ലൂർ ഭാഗത്ത് താമസിച്ച് ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ജീവിച്ചിരുന്ന ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മോഷണം പോയ അരിയും 99.700 കിലോഗ്രാം പോലീസ് കണ്ടെടുത്തിരുന്നു. പിന്നീട് ജൂലൈ 23 കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ മോഷണ മുതലുകളും കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് 2-ാം പ്രതിയായ ഇക്രമുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 3-ാം പ്രതിയായ കമറുളിനെ പോലീസ് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ്, SCPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ്, സൻസിൻ, സ്റ്റീഫൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ മുതലുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന പൂജാ സാധനങ്ങളും മറ്റു മുതലുകളും മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് മധുര സ്വദേശിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
മധുര തിരുമംഗലം ഹംസപുരം വില്ലേജിൽ സെൽവകുമാറാണ് അറസ്റ്റിലായത്. ജൂലൈ 20 രാത്രി 7:30-നും 21 രാവിലെ 5:30-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. ക്ഷേത്രം കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി പ്രതി ഉപദേവതകളുടെയും ശ്രീകോവിലിന്റെയും മുന്നിലുണ്ടായിരുന്ന ഓടിന് തൂക്കുവിളക്കുകൾ, ചുറ്റമ്പലത്തിനുള്ളിൽ വെച്ചിരുന്ന തമ്പാളങ്ങൾ, പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, ചെമ്പുകുടങ്ങൾ എന്നിവയാണ് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത്. ക്ഷേത്ര പ്രസിഡന്റ് ഉദയഭാനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. മോഷണം നടക്കുന്നതിന് തലേ ദിവസം കാലിന് സ്വാധീനക്കുറവുള്ളതും ക്ഷേത്രത്തിൽ സ്ഥിരമായി വരാത്ത ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ വന്നു പോയതിൽ സാക്ഷിമൊഴി ലഭിച്ചിരുന്നു. ഈ നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിക്ക് വറവു സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്ന ജോലിയാണ്. മോഷ്ടിച്ച സാധനങ്ങൾ ചാക്കിലാക്കി വെച്ച ശേഷം വീട്ടിൽ പോയി വറവു സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇരുചക്ര വാഹനം എടുത്ത് കൊണ്ടുവന്നാണ് ഇയാൾ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. മാളയിലുള്ള ഒരു ആക്രിക്കടയിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ്, SI അതുൽ മോഹൻ, GSCPO മിഥുൻ, കൃഷ്ണ, ഷമീർ, അനുരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കാഞ്ഞാണി ജംഗ്ഷനിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. ഏനമാവ് ഭാഗത്തു നിന്നും വന്ന കാറും വടനപ്പള്ളി ഭാഗത്തു നിന്ന് പാലുമായി വന്ന വാനുമായാണ് കൂട്ടിയിടിച്ചത്. കാർ ഓടിച്ചിരുന്ന പൊന്നാനി സ്വദേശികളായ 2 പേർക്കും മിൽക്ക് വാൻ ഡ്രൈവർക്കുമാണ് നിസ്സാര പരിക്കേറ്റത്. കഴിഞ്ഞ 3 മാസത്തിനകം 10-ലധികം വാഹനാപകടങ്ങളാണ് ഇവിടെ നടന്നത്. കാഞ്ഞാണി ജംഗ്ഷനിൽ മുന്നറിയിപ്പ് ബോർഡില്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നതാണ് ആക്ഷേപം. അപകടങ്ങൾ പെരുകിയതോടെ ആഴ്ചകൾക്ക് മുൻപ് മണലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. വിഷയത്തിൽ MLA ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി 81-കാരിയുടെ തല ചുമരിൽ ഇടിച്ച് മാല കവർന്നു. കുന്നംകുളത്ത് സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി 81-കാരിയുടെ തല ചുമരിൽ ഇടിച്ച് മാല കവർന്നു. ചൂണ്ടലിൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിൽ പർദ്ദ ധരിച്ചെത്തിയ യുവതിയാണ് ചൂണ്ടൽ സ്വദേശിനി ചണാശ്ശേരി വീട്ടിൽ 81-കാരിയായ തങ്കമണിയുടെ മാല കവർന്നത്. പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ആക്രമിക്കുന്ന BJP RSS സർക്കാരിന്റെ പോലീസിനും ഗുണ്ടകൾക്കും എതിരെയുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി CPM അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അന്തിക്കാട് ആൾ സെന്ററിൽ നിന്നും പ്രകടനം ആരംഭിച്ച് അന്തിക്കാട് സെന്ററിൽ സമാപിച്ചു. പൊതുയോഗം CPM മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. AK അഭിലാഷ്, KR രബീഷ്, PA സുജിത്, PC രജീഷ്, ER സിരാജ്, VS തൗഫിക്, രമ്യ രാജേഷ്, VS വിനോദ്, MS വൈശാഖ്, AM ഗായത്രി, KA ദിൽഷാദ്, KS ആഹിം, നിഹാൽ എന്നിവർ പ്രകടനത്തിന് പൊതുയോഗത്തിന് നേതൃത്വം നൽകി. തൃശൂരിൽ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 2 പേർ പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജോൾ ഗൊഗോയ് എന്നിവരാണ് പിടിയിലായത്. 1/2 കിലോ ഹൈബ്രിഡ് കഞ്ചാവും MDMA ഗുളികകളും പിടികൂടി. തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ ഫിറ്റ്നസ് സെന്ററിലാണ് സംഭവം. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി കൊറിയർ സ്ഥാപനം വഴി ഹൈബ്രിഡ് കഞ്ചാവ് വായിക്കാൻ എത്തിയപ്പോഴാണ് അസം സ്വദേശി പിടിയിലാകുന്നത്. ഇതോടെയാണ് ഫിറ്റ്നസ് സെന്ററിൽ പോലീസ് റെയ്ഡിന് എത്തിയത്. ചാലക്കുടിയിൽ മാരക രാസലഹരിയായ MDMA-യുമായി സ്റ്റേഷൻ റൌഡി ജിജു പപ്പി അറസ്റ്റിൽ. മാരക രാസലഹരിയായ MDMA-യുമായി സ്റ്റേഷൻ റൌഡിയെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ചാലക്കുടി സ്വദേശി തട്ടിൽ വീട്ടിൽ പപ്പി എന്ന് വിളിക്കുന്ന ജിജു മാരക രാസലഹരിയായ MDMA-യുമായി അറസ്റ്റിലായത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി സർവകലാശാലയിലെ കുളത്തിൽ വീണ് മരിച്ചു. കർണാടക സ്വദേശി 25 വയസ്സുള്ള കിഷോർ കുമാർ ഗൌഡയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. മരണപ്പെട്ട കിഷോർ കുമാർ ഗൌഡ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പൈനാപ്പിൾ തോട്ടത്തിന് സമീപത്തുള്ള കുളത്തിലാണ് കാല് വഴുതി മുങ്ങി മരിച്ചത്. യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഹോസ്റ്റലിൽ നിന്നും കൂട്ടുകാരനോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാനായി പോയ സമയത്താണ് അബദ്ധത്തിൽ കാല് വഴുതി കുളത്തിലേക്ക് വീണത്. സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി. സംസ്ഥാനത്തൊട്ടാകെയുള്ള 161 DVSPമാർക്കാണ് പുതിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. നിലവിലെ സർക്കാർ അധികാരമേറ്റ ശേഷം IPS സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിലും DYSP തലത്തിൽ ഇത്രയും വലിയൊരു അഴിച്ചുപണി നടക്കുന്നത് ആദ്യമായാണ്. TR രാജേഷിന് തൃശൂർ ACP ആയി, KG സുരേഷിന് ഗുരുവായൂർ ACP ആയി, സാജു K എബ്രാഹിമിന് കുന്നംകുളം ACP ആയി, KV ബെന്നിയെ ഒല്ലൂർ ACP ആയി, MK ഷാജി ഇരിഞ്ഞാലക്കുട DYSP ആയി, J കുര്യോക്കോസിന് ചാലക്കുടി DYSP ആയി, കൊടുങ്ങല്ലൂർ DYSP ആയി R രതീഷ് കുമാറിനെ നിയമിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.
നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടി സ്വീകരിച്ചു. പന്തായ ക്ഷേത്രത്തിന് മുൻപിലാണ് അനുമതിയില്ലാത്ത ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അപകടകരമായ വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗതാഗത കുരുക്കിനും കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ ഭാഗത്തെ അനധികൃത പാർക്കിംഗ്. ഇതിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികൾ കർശനമാക്കിയത്. 10ഓളം ഓട്ടോറിക്ഷകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധനകൾ തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ പിടിച്ചെടുത്ത് കോടതി ഹാജരാക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടു അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ തലത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ PWD റെസ്റ്റ് ഹൌസ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. ചന്തപ്പുരയിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ സുനിൽ P. ഇളയാടം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KM ഗഫൂർ അധ്യക്ഷനായി. ക്യാമ്പയിൻ കമ്മിറ്റി കോർഡിനേറ്റർമാരായ ES ബാബു, സുധീർ ഗോപിനാഥ്, V. മനോജ്, PP ശശികല, MR സുനിൽ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലോകമലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MS മോഹനൻ, ട്രഷറർ TK രമേശ് ബാബു, MK സിദ്ദിഖ്, ബിന്ദു മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. വടക്കേനാടിൽ നടന്ന ധർണ CPIM സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി അയച്ച് കാത്തോലിക്ക കോൺഗ്രസ്. പുത്തൻപീടിയ സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജൂബിലി അമല മിഷൻ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഇടവകയിലെ വിശ്വാസികളിൽ നിന്നും ശേഖരിച്ച ഒപ്പുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമ ഹർജി പുത്തൻപീടിയ പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നാമാക്കൽ ഭീമ ഹർജി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പോൾ PA, ട്രഷറർ ജോജി മാളിയേക്കൽ, ജോയിന്റ് സെക്രട്ടറി ജെസി വർഗീസ്, അംഗങ്ങളായ വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലാലി ജോസ്, ജിംസൺ കുരുതുകുളങ്ങര എന്നിവർ പ്രസംഗിച്ചു. പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റ് സീസൺ 2 നാളെ നടക്കും. വൈകിട്ട് 6:30 സീഷോർ ഗ്രൂപ്പ് MD ES മുഹമ്മദ് അലി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ജിതേഷ് തൃശൂർ അവതരിപ്പിക്കുന്ന വൺമാൻ ഷോ, പാപ്പിനിവട്ടം ഗാലറി ടീം ഒരുക്കുന്ന മുട്ടിപ്പാട്ട്, കിഷോർ കുമാർ അന്തിക്കാട്ട് നയിക്കുന്ന സാക്സ്ഫോൺ മ്യൂസിക് മെഗാ ഇവന്റ്, മതിലകം നാടകക്കൂട്ട് അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം മഴക്കാറ്റിനോട് പറഞ്ഞത് എന്നിവ അരങ്ങേറും. ഭാരവാഹികളായ PM അബ്ദുൾ അസീസ്, KR സഗീർ, ഷാനവാസ് പെരുന്തറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ശ്രീ ദേവമംഗലം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ആത്മീയ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി സംഘടിപ്പിച്ചു. മഹാഗണപതി ഹവനം, നാളികേരം കൊണ്ട് ശനീശ്വര ശാന്തി ഹവനം, ഔഷധ കഞ്ഞി വഴിപാട് സമർപ്പണം, ഭക്തർക്കായി ഔഷധ കഞ്ഞി വിതരണം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി പ്രശോഭ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബ്രഹ്മശ്രീ സന്തോഷ് തന്ത്രികൾ രാമായണ മഹാത്മ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണിയിൽ വ്യാജ സ്വർണം കാണിച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ 6 അംഗ സംഘം പിടിയിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ
തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ മുതലുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കാഞ്ഞാണി ജംഗ്ഷനിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.